നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പം കുറേ ആഗ്രഹങ്ങളൊക്കെ നടക്കും, പ്രതീക്ഷകളൊക്കെ നടക്കും. അപ്പം നമ്മൾ മക്കളെ വളർത്തുക, വലുതാക്കുക, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ അവരുടെ ഭാവി കാര്യങ്ങൾ, അവരെ കല്യാണമൊക്കെ കഴിച്ച് അയപ്പിക്കുക, പിന്നെ അവർക്ക് മക്കളുണ്ടാവുക അല്ലേ. അങ്ങനെ പല പല ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മുടെ മെറൻകുട്ടിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 2 വർഷത്തോളമായി. അപ്പം പലരും ഇങ്ങനെ കമൻറ്റിലും അല്ലാതെയൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മെറിന് വിശേഷമൊന്നും ആയില്ലെന്നൊക്കെ ഇങ്ങനെ പലരും ചോദിക്കും. പക്ഷേ അന്നൊക്കെ നമ്മൾ എന്താ മറുപടി പറഞ്ഞത്, എല്ലാത്തിനും ഒരു സമയമുണ്ട്, സത്യമാണ്. അപ്പം മെറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ചെറിയ വിശേഷമുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിനി പറയാം. എന്താ, ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത്. കല്യാണം, അതേപോലെ തന്നെ വീട്, പിന്നെന്താണ് കുഞ്ഞുങ്ങളുണ്ടാവുക, അങ്ങനെ എല്ലാത്തിനും ഓരോ സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന പോലൊന്നും അല്ലാതൊന്നും. അപ്പം അതെല്ലാം തക്ക സമയത്ത് ദൈവം തരുന്നതായ ഓരോ താലന്തുകളാണ്. അപ്പം നമ്മുടെ മെറിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് ആ വിശേഷത്തിലോട്ടൊക്കെ പോകാം. മെറിൻ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ 7th മന്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരു ചടങ്ങുണ്ട്, 7ാം മാസം വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളത്. അപ്പോൾ ആ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടെന്ന് ഞാനിപ്പോഴേ അറിയുന്നത്. അതെല്ലാം ഇനി വഴി അറിഞ്ഞോളൂ. അപ്പോൾ അത് ചുമ്മാ ഒന്നുമല്ല, ഇതിനെല്ലാം എന്തൊക്കെയോ വലിയ പ്രോസസ്സുകളുണ്ട്. ഇങ്ങനെ പോകുന്നവരെല്ലാവരും ഒരുമിച്ച് പോകണം. അവിടെ ചെന്ന് ഇടയ്ക്കൊന്നും ആരെയും കയറ്റാൻ പറ്റൂല. അവിടുന്ന് വരുമ്പോഴും എല്ലാവരും അവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കണം നിർത്തേണ്ടത്. അങ്ങനെ കുറേ ചടങ്ങുകളുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ചിലരൊക്കെ ചോദിക്കും, വഴിയിൽ നിന്ന് അങ്ങ് കയറിയാൽ മതിയോ എന്ന്, പോരാ വഴിയിൽ ഇറങ്ങട്ടോ എന്ന് ചോദിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ കൂടുക, ഒരുമിച്ച് കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകത്തുള്ളൂ. അതൊക്കെ പണ്ടേ ഇങ്ങനെയുള്ള ഒരു മാമൂലുകളാണ്. ഇപ്പോഴും അതിങ്ങനെ അനുവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കസിൻസും എല്ലാവരും ഒരു 9 പേരായിട്ട് പോയി. ആൻഡ് മെറിനോട് ചേർത്ത് 10 പേരായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറേ എന്തൊക്കെയാ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ പോകുന്ന കാര്യം പറയുമ്പോഴേ ഒറ്റ പോയിട്ട് ഇരട്ട വരണമെന്ന് പറയും. ചിലർ പിന്നെ തിരിച്ചു വരുമ്പോൾ കൊച്ചിനെയും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ ഒറ്റയായിട്ട് വരും. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്, നമുക്കറിയത്തില്ല. നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാമല്ലേ, ഓരോ സ്ഥലത്ത് നടക്കുന്ന രീതികളൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ 7ാം മാസത്തിൽ 7 കൂട്ടം പലഹാരം കൊണ്ട് പോകുന്നവരുണ്ട്. അത് ക്രിസ്ത്യൻസിലാണെങ്കിലും ഹിന്ദുസിലാണെങ്കിലും അതും ഡിഫറൻസ് ആയിട്ടാണ് കേട്ടോ. ചിലർ 7 കൂട്ടം കൊണ്ടുപോകും, ചിലർ 3 കൂട്ടം കൊണ്ടുപോകും. അത് ഓരോ ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചിരിക്കും. പിന്നെ ഞങ്ങളുടെ അതിനകത്ത് സ്വർണം കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളെ കൂടിയവരെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ നമ്മൾ സുബിൻ്റെ വീട്ടിലെത്തി. അവിടെ എല്ലാവരും കുറേ പേരുണ്ടായിരുന്നു അല്ലേ, 40 പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അവിടെ നല്ല ഫുഡും ഒക്കെ നമ്മൾ കഴിച്ചു. ഫുഡ് കഴിക്കാൻ മുമ്പായിട്ട് എല്ലാവരുമായിട്ടൊക്കെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. മെറിൻ പോയതുകൊണ്ട് നല്ല വിഷമമുണ്ട് എനിക്ക്. എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി വരും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒത്തിരി നാളായി വീഡിയോക്കകത്തൊക്കെ വന്നിട്ട്. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണ്. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് എല്ലാം മംഗളമായിട്ട് തീർന്ന് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുക. എറണാകുളത്തായിരുന്നു അവർ. ഇപ്പോൾ 2 മാസമായിട്ട് ഇവിടെ ആയിരുന്നു. ചെക്കപ്പിനൊക്കെ വീട്ടിലോട്ട് പോകും. ചെക്കപ്പ് വരും, ഇവിടെ വരും. കുഴപ്പമൊന്നുമില്ല. എല്ലാം ദൈവം സഹായിച്ച് എല്ലാം മംഗളമായിട്ട് നല്ലതായിട്ട് തീരട്ടെ. 2 വർഷത്തിന് മുമ്പേ കൊടുത്തതാണ് ഈ സാരി. വീട്ടിൽ കയറി വന്നത്. അയ്യോ, എന്നിട്ട് ഇപ്പം ഇങ്ങനെ ചടങ്ങിന് നമ്മൾ കൊണ്ടാക്കുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം. പഴയ ഓർമ്മകളൊക്കെ, കല്യാണത്തിൻ്റെ ഓർമ്മകളൊക്കെ വരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു.
മെറിന് ഇവിടെ മന്ത്രകോടിയൊക്കെ ഉടുത്ത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമായിരുന്നു ഇങ്ങോട്ട് കല്യാണത്തിന്റെ ഡ്രസ്സ് തന്നെ ഇടണമെന്നുണ്ടല്ലോ. ഓക്കെ. അന്നേരം മന്ത്രകോടിയൊക്കെ ഉടുത്ത് സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി കല്യാണത്തിന് ഒരുങ്ങിയ മാതിരി നിൽക്കണം എന്നുള്ളതാണ്. എനിക്ക് മെയിനായിട്ടേ നമ്മൾ അവിടെ ചെന്നപ്പോൾ മെറിൻ മന്ത്രകോടി എടുത്ത് നിന്നപ്പോൾ നമ്മളെ ഏറ്റവും ആദ്യം കല്യാണം കഴിഞ്ഞ് മെറിനെ വിടാൻ പോയില്ലേ, അതേ സംഭവം ഓർമ്മ. പിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നുണ്ട് നമുക്ക് സന്തോഷമായിരുന്നു അല്ലേ. പിന്നെ മെറിൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ അവിടെ ചെന്നു നല്ല ഫുഡും ഒക്കെ കഴിഞ്ഞു. എല്ലാവരുമായിട്ട് വളരെ സന്തോഷത്തിൽ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവിടെയും പിന്നെ ചെന്നപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നു, തിരിച്ചു പോരുമ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ മെറിനെയും കൂട്ടി ഞങ്ങൾ പോരുന്നു അല്ലേ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്തിനായിരിക്കും വന്നേന്ന്. എന്ന് മെറിന്റെ വിളിച്ചോണ്ട് പോക്കായിരുന്നു അല്ലേ. ഒത്തിരി കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്നേ ഇല്ലയോ പ്രഗ്നന്റ് ആണോ, വിശേഷമായോ? ഒരു 7-ാം മാസമായിരുന്നു. നമുക്കിങ്ങനെ വലിയ ചടങ്ങുകളൊന്നുമില്ല. ഇല്ല, പിന്നെ കുറച്ച് മധുരം കൊണ്ടുവരിക, കുറച്ച് മധുരം കൊണ്ട് നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിക്കുക, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക, എല്ലാവർക്കും ഒരു പിന്നെ സന്തോഷ സൂചകമായിട്ട് സ്വല്പം സ്വർണം തരിക. ഇതൊക്കെയാണ് നമ്മുടെ ചടങ്ങ്. അല്ലാതെ വലിയ മറ്റുള്ള ചടങ്ങുകളൊന്നുമില്ല. ഇനി മെറിൻ പ്രസവം ഒക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് നാളും കൂടെ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കും. ഇപ്പം എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് ഒക്കെ നടക്കാനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അല്ലേ. എല്ലാവരും ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. അതെ. ഓക്കെ. ഇത്രയുള്ള നമ്മുടെ ചടങ്ങ് അല്ലേ. എല്ലാവരോടും സൂസൻ എന്ത് ചെയ്യേ? പോട്ടെ. അങ്ങനെ മെറിനെ കൊണ്ടുവന്നു, ദാ ഇരിക്കുന്നു. എന്താ മെറിനെ വിശേഷം? സുഖം. അങ്ങനെ കുറെ നാൾക്ക് ശേഷം പിന്നെ വീട്ടിൽ വന്നു. അങ്ങനെ 7 മാസം പൂർത്തിയായി. അല്ല, 7 തുടങ്ങി. അങ്ങനെ 7-ാം മാസം തുടങ്ങി. ഓരോ ട്രൈമസ്റ്ററും എന്താ പറയുക, ഓരോ അസ്വസ്ഥത ഉണ്ടായാലും ദൈവം കാത്തു. അധികം ഒന്നും കുഴപ്പമൊന്നും വരുത്താത്ത രീതിയിൽ നല്ലപോലെ തന്നെ ദൈവം കാത്തു നമ്മളെ. ആദ്യമൊക്കെ ഇച്ചിരി പാടായിരുന്നു, വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചു അല്ലേ. വീട് തന്നു, കുഞ്ഞിനെ തന്നു. വീടിനെയും കുഞ്ഞിനെയും ഒരുമിച്ചായിരുന്നു തന്നത്. വീട് വാങ്ങിച്ചിട്ട് അവിടെ താമസിക്കാൻ പറ്റിയില്ല. അവിടെ എന്താ പറയുക, ഒറ്റയ്ക്ക് ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. തന്നെ പാചകം ചെയ്യാനും സ്മെല്ലിന്റെ പ്രശ്നവും ഒന്നും, ഒരു സ്മെല്ലും പിടിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ നാട്ടിൽ വരുമായിരുന്നു. അവിടെ ഇപ്പോൾ ഞങ്ങളിപ്പം താമസിക്കാൻ അങ്ങനെ പറ്റിയില്ല. വില്ല മേടിച്ചിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയില്ല. സുബി മാത്രമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അപ്പം കുഞ്ഞുമായിട്ട് വേണം ഇനി കയറാൻ. അപ്പം കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എബിനൊരു അമ്മാച്ചനാവാനും ഞാനൊരു അമ്മൂമ്മയാവാനും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കല്ലേ. എല്ലാവരും കമന്റ്സിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതെ, എല്ലാവർക്കും വിശേഷമായോ. ഹൗസ് വാമിന്റെ വീഡിയോസിലും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മുഴുവൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അതാണല്ലോ ചോദിക്കുക, വിശേഷമുണ്ടോ. അങ്ങനെ ആ ഒരു ചടങ്ങുമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് നമുക്ക് തരും. എല്ലാ പ്രതികൂലങ്ങളും അനുകൂലമാക്കി തരും. അതെ, അതൊക്കെയാണ് വന്നു പോകുന്നത്. അതെ. ഓക്കെ, പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി തരുന്ന ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമുക്കിനി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തരുന്നതിന് വേണ്ടിയിട്ടും ദൈവികമുള്ളൊരു കുഞ്ഞിനെ തരുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ എല്ലാവരെയും ഓർക്കുക, പ്രത്യേകിച്ച് മെറിനെ ഓർക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.